മാംഗല്യം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. കൊടുക്കാനുള്ള ഡോസ് എല്ലാവർക്കും കൊടുത്ത് പുറത്തേക്കിറങ്ങിയ ഹരി കാണുന്നത് തനിക്ക് മുന്നേ ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയ ആൽബി ബുള്ളറ്റിന്റെ കിക്കറിൽ ആഞ്ഞാഞ്ഞടിക്കുന്നതാണ്. അത് കണ്ടതും അവൻ അവിടേക്ക് ചെന്നു. കാശ് കൊടുത്തേ നല്ല സാധനം വാങ്ങിച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അടുത്ത ചവിട്ടവൻ ചവിട്ടുന്നതിന് മുന്നേ കേൾക്കുന്നത് ഇതാണ്: ഓ, ഞാൻ സഹിച്ചു. വാദ്യാരുടെ പണി നോക്കിപ്പോ. കുറച്ചു മുന്നേ മണിക്കുട്ടിയെ ഏതെങ്കിലും മഠത്തിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ അവനെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു: അല്ലെങ്കിലും ഞാൻ എന്റെ പണിക്കേ പോകുന്നുള്ളൂ. അല്ലാതെ ചില കള്ള രാഷ്ട്രീയക്കാരെ പോലെ നാട്ടുകാരുടെ കക്കാനും മോട്ടിക്കാനും ഒന്നും ഞാൻ പോകത്തില്ല. വെറുതെ ആൽബിയെ ഒന്ന് ചൊറിഞ്ഞു ഹരി. കക്കാനും മോട്ടിക്കാനും പോകുന്നു നിന്റെ അപ്പൻ. എവിടെയോ നോക്കി പറഞ്ഞ ഹരിയുടെ ചെവിക്കീഴിൽ അലറും പോലെ ആൽബി നിന്നങ്ങോട്ട് തുള്ളി. ദേ, അപ്പന് പറഞ്ഞാലുണ്ടല്ലോ. നിമിഷ നേരം കൊണ്ടാണ് ഹരിയുടെ മുഖം മാറിയത്. എന്നോട് കളിച്ചാൽ ഞാൻ ഇനിയും പറയും. ആൽബി. കലിച്ചും കൊണ്ട് ഹരി വിളിച്ചതും പുച്ഛത്തിലൊരു നോട്ടമായിരുന്നു ആൽബിൻ. നീ ഒന്ന് പോയടാ ചെറുക്ക. കെട്ടിയ പെണ്ണിനെ ആ ദിവസം കഴിയും മുന്നേ തന്നെ വേറെ കെട്ടിച്ചു കൊടുക്കാൻ നടക്കുന്ന മഹാനല്ലേ നീ. നീയെ കൂടുതലൊന്നും ഉണ്ടാക്കിക്കൊണ്ട് എന്റെ അടുത്തോട്ട് വരണ്ട. ഹരിയോടുള്ള ദേഷ്യത്തിൽ ചവിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം കിക്കർ അടിച്ചപ്പോൾ വണ്ടി നല്ല മേനയ്ക്ക് സ്റ്റാർട്ടായി. എടാ, ഒരു കെടായും ഇല്ല. എടാ പരമനാറി വാദ്യാരേ. ആൽബി ഒന്ന് അമർത്തി വിളിച്ചു. എടാ, ഏത് കൂടിയവൾ അവളുടെ ചൊറിച്ചിലിൽ നിന്നെ ഇട്ടിട്ട് പോയെന്ന് കരുതി ലോകത്തുള്ള സകല പെണ്ണുങ്ങളും ചീത്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നെ ഉണ്ടല്ലോ ആദ്യം മുക്കാലി കെട്ടിയിട്ട് അടിക്കണം. എടാ, ലോകത്ത് നിന്റെ ആദ്യ ഭാര്യ മാത്രമല്ല പെണ്ണായിട്ട് ഒരുപാട് നന്മയും സ്നേഹവും ഭർത്താവിനെ ജീവനായി കാണുന്ന വേറെയും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നാണ് എന്റെ മണിക്കുട്ടി. ദൈവം നിനക്കായി വെച്ച് നീട്ടിയ അനുഗ്രഹം. അപ്പോൾ അവൻ അവള് വേണ്ട പോലും. എടാ, കെട്ടിയ പെണ്ണിനെ മഹാൻ കളിച്ച് വേറെ കെട്ടിച്ചു കൊടുക്കാൻ ഏത് മണ്ണുണ്ണികൾക്കും കഴിയും. അതല്ലാതെ മിന്നു കെട്ടിയ പെണ്ണിനെ നെഞ്ചിൽ ചേർത്ത് വെച്ച് അവളെ സ്നേഹിച്ച് അവളുടെ സ്നേഹം അറിഞ്ഞ് അവളെ തന്റെ ലോകമായി കണ്ട് ജീവിക്കണമെങ്കിൽ നട്ടലുള്ള ആണുങ്ങൾക്ക് പറഞ്ഞ പണിയാത്. എന്തായാലും അത് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ കൂടുതൽ ഷോ കാണിക്കാതെ മോറടാ മുന്നീന്ന് പറയുകയും ആൽബിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവൻ വണ്ടി ഓടിച്ച് ഗേറ്റ് എത്തും വരെ കണ്ണുകൾ ഹരിയിൽ നിന്നും മാറിയില്ല. പറയാനുള്ളത് പറഞ്ഞ് ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടാൽ ഹരി അതിനുള്ള മറുപടി കൃത്യമായി പറയും എന്ന് അവൻ അറിയാമായിരുന്നു. ഇതിപ്പോ തനിക്കുള്ള മറുപടി തരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ കാര്യം ആലോചിച്ചവൻ ശരിക്കും വട്ടാകും. അതായിരുന്നല്ലോ തനിക്കും വേണ്ടിയിരുന്നത്. എത്രത്തോളം അവൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നു അത്രത്തോളം മണിക്കുട്ടിയും അവൻ കെട്ടിയ താലിയും അവന്റെ ഉള്ളിൽ ആഴത്തിൽ വീണ്ടും വീണ്ടും പതിയുമെന്നുള്ള കാര്യത്തിൽ ആൽബിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു അവന് വേണ്ടതും. നീ നിന്റെ പെങ്ങളെ കെട്ടിയിട്ട് വേറെ കെട്ടിക്കും അല്ലേടാ? ഈ പറഞ്ഞ നാക്കുകൊണ്ട് അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ വന്നേക്കുന്നു ജാടയും പത്രാസ് കാണിച്ചുകൊണ്ട്. മനസ്സിൽ പറഞ്ഞു ചിരിച്ചുകൊണ്ട് ആൽബി വണ്ടി എടുത്തുകൊണ്ട് പോയി. അതേസമയം ആൽബി പറഞ്ഞതൊക്കെ കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ഹരി. ഒരു പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ ആണത്തം വേണമെന്ന്. അത് തനിക്കുണ്ടായിട്ടല്ലേ താൻ നീരജയും അത്രയും കാര്യമായി സ്നേഹിച്ചത്. പക്ഷെ അവൾക്ക് താൻ പോരാഞ്ഞിട്ടല്ലേ അവൾ തന്റെ കൂട്ടുകാരനുമായി. നാളുകൾക്കിപ്പുറം അജിത്തിനെയും നീരജയും ഓർക്കെ അവൻ വല്ലാതെ അസ്വസ്ഥനായി. അവരോടൊപ്പം തന്നെ മണിക്കുട്ടിയുടെ മുഖവും അവന്റെ മുന്നിലേക്ക് ഓടി വന്നു. അവൻ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ മുഖം വെട്ടിച്ചു. മണിക്കുട്ടി ചെറിയ പെണ്ണാണ്. നിവർത്തികേടും കൊണ്ട് തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നവള്. അല്ലെങ്കിൽ തന്നെ അവളെപ്പോലെ നല്ലൊരു പെണ്ണിനെ ഒരു കുഞ്ഞിന്റെ അച്ഛന് വേണമോ? അതുകൊണ്ട് തന്റെ തീരുമാനം തന്നെയാണ് ശരി. മനസ്സിൽ പലതും ആലോചിച്ച് കൂട്ടിയും കിഴിച്ചും ഹരി പിന്നെയും അസ്വസ്ഥനായി. എന്തൊക്കെയോ പിന്നെയും പിന്നെയും പറഞ്ഞ് മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹരി ശ്രമിച്ചെങ്കിലും താൻ കല്യാണം കഴിച്ചവളെ മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വീണ്ടും മറ്റുള്ളവർക്ക് മുന്നിൽ ഇനിയും പരിഹാസനാകാൻ തന്നെ കൊണ്ട് കഴിയുമോ എന്നൊരു ചോദ്യവും ആ നിമിഷം ഹരിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അതുവരെയുള്ള അവന്റെ മനസ്വസ്ഥതയെ തകിടമറിച്ചു. അന്ന് വൈകുന്നേരം വരെ എല്ലാവരും സീതയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഇതിനിടയിൽ ഉച്ചയ്ക്ക് ഇറങ്ങിപ്പോയ ഹരി പിന്നെ അവിടേക്ക് ചെന്നില്ല.
രാത്രിയായതും മാഷ് മോളെയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പതിവ് പോലെ എല്ലാവരും വാതിലിലേക്ക് വന്നു. താനും മോളും ഇറങ്ങിയിട്ടും കൂടെ വരാതെ എന്നത്തെയും പോലെ തങ്ങളെ യാത്രയാക്കി നിൽക്കുന്ന മണിക്കുട്ടിയെ അയാൾ സൂക്ഷിച്ചു നോക്കി. എന്താ മാഷച്ചാ? അയാളുടെ നോട്ടം കണ്ട് പകച്ചുകൊണ്ടാണ് മണിക്കുട്ടി തിരിക്കിയത്. എന്നാൽ അയാൾ നോക്കും മുന്നേ അതുപോലൊരു നോട്ടം നോക്കി തന്ന ശ്രീധരനും സീതയ്ക്കും പക്ഷെ കാര്യം മനസ്സിലായി. അല്ല, വരുന്നില്ലേ? എങ്ങോട്ട്? മണിക്കുട്ടി പെട്ടെന്ന് കയറി ചോദിച്ചു. അല്ല, രാവിലെ എന്റെ മോൻ നിന്നെ ചെറുതായി ഒന്ന് കല്യാണം കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ അതാണ് മോളുടെ വീട്. മറന്നുപോയെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണേ. അത്യാവശ്യം ഹാസ്യം കലർത്തിയാണ് മാഷത് പറഞ്ഞതെങ്കിലും സത്യം പറഞ്ഞാൽ മണിക്കുട്ടി അത് ശരിക്കും മറന്നുപോയിരുന്നു. സാധാരണ ഒരൊറ്റ ഓട്ടത്തിന് വീട്ടിലേക്ക് ചാടിക്കയറി അകത്തേക്ക് വരുന്നവൾക്ക് അന്ന് തനിക്കൊപ്പം നടന്നെത്താൻ പറ്റില്ലെന്ന് തോന്നി മാഷിന്. ഇനിയിപ്പോൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല എന്ന് കരുതി മാഷൊന്ന് തിരിഞ്ഞു നോക്കി. മോളെ ഞാനെടുക്കാം. അവളുടെ തോളിലേക്ക് ചാരി കിടക്കുന്നവൾക്കായി കൈ നീട്ടി മാഷ് പറഞ്ഞതും പെണ്ണ് കുഞ്ഞിനെ ഒരിക്കൽ കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. എങ്കിൽ പിന്നെ വേഗം നടക്ക്, ഇങ്ങനെ നടന്നാൽ ഇതൊന്നും നമ്മൾ വീട്ടിലെത്തത്തില്ല. ചിരിയോട് പറഞ്ഞുകൊണ്ട് മാഷ് ഇത്തിരി പിന്നിലേക്ക് നടന്ന് അവളുടെ ഒരു കൈയിൽ പിടിച്ച് ഒപ്പം നടന്നു. മാഷ് കയ്യിൽ പിടിച്ചതും എന്തോ ഒരു ധൈര്യം വന്ന പോലെ അവളും മാഷിനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് കയറി മുന്നിൽ കത്തിക്കിടക്കുന്ന ബൾബിന്റെ വെളിച്ചത്തിൽ ഒത്ത നടുക്കായി അവരെത്തിയിരുന്നു. ആലോചിക്കും തോറും മനസ്സിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ കൂടും. അതുകൊണ്ട് കുഞ്ഞിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട. ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയൊന്ന് തലയാട്ടി അദ്ദേഹം ആ കയ്യും പിടിച്ച് ഇച്ചിരി ബലത്തിൽ അകത്തേക്ക് നടന്നതും അവൾ ആ കൈവെള്ളയിൽ ഒന്ന് അമർത്തി പിടിച്ചു. എന്താ മോളെ? അത് പൊന്നിന്റെ അച്ഛൻ. അവളുടെ ചുണ്ടുകളുടെ വിറയൽ കാണുമ്പോഴേ അറിയാം പാവത്തിന്റെ പേടി. പൊന്നിന്റെ അച്ഛൻ എന്തു പറ്റി? കാര്യം അവൻ എന്നെ പോലെ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അത്രയ്ക്കും ബോറാണോ എന്റെ മോൻ? പാതിയിലധികം നരമൂടിയ താടിയിൽ തടവിക്കൊണ്ട് മാഷ് കണ്ണു കുറുക്കി ചോദിച്ചതും പെണ്ണ് അറിയാതെ തന്നെ ചിരിച്ചുപോയി. എന്നെ പൊക്കാൻ എനിക്ക് ഒരാളുടെ സഹായം വേണ്ട. ആ ലൈനാണ് മാഷച്ചനല്ലേ? അല്ലാതെ പിന്നെ എന്നെ പൊക്കാൻ എനിക്കൊരു തെണ്ടിയുടെ ആവശ്യമില്ല. ഞാൻ തന്നെ വേണം. അല്ലാതെ നിന്റെ പൊന്നിന്റെ അച്ഛൻ വരുമ്പോ പൊക്കുവാൻ. മുഖമൊക്കെ ഒരു പ്രത്യേക ഭാവത്തിൽ വെച്ച് മാഷ് അത് ചോദിച്ചു പിന്നെയും ചിരിച്ചു. മുത്തശ്ശ, അരി ചൂപ്പറാ. ഉറക്കം വന്ന് ഉച്ചയിൽ കയറിയിട്ടും ഉറങ്ങാൻ മടിച്ച് അവളുടെ തോളിൽ കിടന്നവൾ ഇത്തിരി കണ്ണും തുറന്ന് മുത്തശ്ശനെ നോക്കി ദേഷ്യപ്പെട്ടു. അല്ലേലും അപ്പനെ പറയുമ്പോൾ പെണ്ണിന് ഉറക്കമൊന്നും കാണത്തില്ല. ഇത്തിരി കെറിവിച്ചുകൊണ്ട് മാഷ് പറഞ്ഞ് അകത്തേക്ക് കയറിയതും മണിക്കുട്ടി പിന്നെ മറ്റൊന്നും നോക്കാതെ പിന്നാലെ അങ്ങ് ചെന്നു. അകത്തേക്ക് കയറിയതും മാഷ് കണ്ണാലെ ചുറ്റും പരതി. അവന്റെ വാതിൽ ചാരിക്കിടക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ആള് അകത്തുണ്ടെന്ന്. വൈകുന്നേരം സീതയുടെ വീട്ടിൽ കഴിക്കാനിരുന്നപ്പോഴും വിളിച്ചപ്പോൾ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞെങ്കിലും എന്തോ ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി മാഷ് ഹരിയുടെ മുറിയിലേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തപോലെ അയാൾ നിന്നു. കുഞ്ഞിനെ തന്നേരം മോളെ, അവന്റെ അടുത്തേക്ക് ഞാൻ കിടത്തിയേക്കാം. അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം മണിക്കുട്ടിയും ചിന്തിക്കുന്നത്. കാര്യം അവളുടെ വീട്ടിൽ അമ്മയ്ക്കൊപ്പമാണ് പെണ്ണിന്റെ കിടപ്പ്. ഇവിടെയാണെങ്കിൽ സീതയുടെ. എന്തോ ഒറ്റയ്ക്ക് കിടക്കാൻ വല്ലാത്ത ഭയമാണ്. കുഞ്ഞുറങ്ങി വന്നതുകൊണ്ട് അവൾ തനിക്കൊപ്പം ഉണ്ടാകുമല്ലോ എന്ന ധൈര്യമായിരുന്നു ഈ നേരം വരെ. പക്ഷെ മോളെ കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോൾ ദയനീയമായി അവൾ മാഷിനെ ഒന്ന് നോക്കി. മോൾ എന്തിനാടാ വിഷമിക്കുന്നത്? കുഞ്ഞുറങ്ങിയില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുഞ്ഞിപ്പെണ്ണ് നിന്റെ അടുത്തേക്ക് വരും. അവന് മോൾ അടുത്തില്ലെങ്കിൽ ഉറക്കം കാണില്ല. അതാ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. മോൾ ഇന്ന് എന്റെ കൂടെ കിടന്നോട്ടെ എന്ന് ചോദിക്കാൻ വരുമ്പോഴായിരുന്നു മാഷിന്റെ ആ പറച്ച്. അത് കേട്ടതും അവൾ മറ്റൊന്നും ആലോചിക്കാതെ മാഷിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് പൂർണ്ണമായും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് മാഷ് കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു കട്ടിലിൽ മലർന്നു കിടക്കുന്ന മകനെ. നീ കഴിച്ചായിരുന്നോ ഹരി? ചോദിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കുഞ്ഞിനെ അവനടുത്തേക്ക് കിടത്തി. കണ്ണിന് മുകളിൽ നിന്ന് കൈ മാറ്റാതെ തന്നെ അവൻ മൂളുന്നത് കേട്ടതും കൂടുതലൊന്നും ചോദിക്കാതെ അദ്ദേഹം പുറത്തേക്കിറങ്ങി വാതിൽ ചാരി. അപ്പോഴും മുന്നേ നിന്നിടത്ത് തന്നെ നിൽക്കുകയായിരുന്നു അവൾ. മോള് വാ, തൽക്കാലം കുറച്ചു ദിവസം ഈ മുറി ഉപയോഗിച്ചോ. അദ്ദേഹത്തിന്റെ തൊട്ടിപ്പുറത്തെ മുറി തുറന്നു കൊടുത്തുകൊണ്ട് അദ്ദേഹം ചിരിച്ചതും അവൾ വിളറിയ മുഖമായി അദ്ദേഹത്തെ ഒന്ന് നോക്കി.
മോള് വിഷമിക്കണ്ടടാ, ഈ സാഹചര്യമൊക്കെ മാറും. എന്റെ മകൻ നിന്നെ ബാക്കി എന്തെങ്കിലും പറയും മുന്നേ തന്നെ അദ്ദേഹം അവളുടെ തലയിൽ ഒന്ന് തടവി അകത്തേക്ക് വഴി കാണിച്ചു. മോള് കിടന്നോ, ഇന്ന് ഒരുപാട് ക്ഷീണിച്ചതല്ലേ, കിടക്കുമ്പോഴേ ഉറങ്ങിപ്പോകും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് അച്ഛന്റെ മുറിയാ, വന്ന് വിളിച്ചാൽ മതി കേട്ടോ. അവളുടെ നെറുകയിൽ ഒരിക്കൽ കൂടി തടവി അദ്ദേഹം ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയതും അവൾ പെട്ടെന്ന് വിളിച്ചു, മാഷച്ച. എന്താ മോളെ? അത് അത് പിന്നെ ലൈറ്റ് കിടന്നോട്ടെ. അവള് അറച്ചുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. ആഹാ, നീയും പൂവിന്റെ ആളാണോ? കുഞ്ഞി പെണ്ണിൽ ലൈറ്റ് ഉണ്ടെങ്കിലേ ഉറക്കം വരൂ. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞ അദ്ദേഹം വാതിൽ ചാരി പുറത്തേക്ക് പോയതും മണിക്കുട്ടി കട്ടിലിൽ കൂനി പിടിച്ചിരിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു നിശബ്ദത. വെളിച്ചമുണ്ടെങ്കിലും ചുറ്റും ഇരുട്ടാണെന്നുള്ള ബോധത്തിൽ അവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. കണ്ണടച്ച് എന്തൊക്കെയോ നാമങ്ങൾ ചൊല്ലി നോക്കിയെങ്കിലും ഭയം കൂടുന്നതല്ലാതെ കുറഞ്ഞില്ല. അതിനിടയിൽ രാത്രിയുടെ നിശബ്ദതയിൽ കേൾക്കുന്ന പലവിധത്തിലുള്ള ശബ്ദങ്ങൾ. പെണ്ണിന് പേടിയും സങ്കടവും വന്നിട്ട് അവൾ വായിലേക്ക് പുതപ്പ് വെച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. എന്നാൽ ആ സമയം എങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല എന്ന് തോന്നിയാണ് ഹരി എഴുന്നേറ്റത്. ഉച്ചയ്ക്ക് എന്തോ കഴിച്ചെന്ന് കാട്ടിക്കൂട്ടിട്ട് പിന്നൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവന് വല്ലാത്ത വിശപ്പ് തോന്നി. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് കരുതിയാണ് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അടുക്കളയിലേക്ക് പോകുമ്പോഴാ അച്ഛന്റെ തൊട്ടിപ്പുറത്തെ മുറിയിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടത്. അച്ഛൻ ആ മുറിയിലെ ലൈറ്റ് ഓണാക്കിയിട്ട് പോയോ എന്നൊരു ദേഷ്യത്തിൽ നടന്നു ചെന്നവൻ വാതിൽ തുറന്നതും പെണ്ണ് ഭയന്നും കൊണ്ട് ഒരൊറ്റ കാറലായിരുന്നു. അങ്ങനെ ഒരാളെ അവിടെ പ്രതീക്ഷിക്കാതിരുന്നവൻ അതിലും ഞെട്ടി. ഇത്തിരി നേരമെടുത്തെങ്കിലും ഹരി കട്ടിലിൽ ചടഞ്ഞുകൂടി കരയുന്നവളെ കണ്ട് പതിയെ അവൾക്കടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചതും പെണ്ണ് പിന്നെയും ഞെട്ടിച്ചുകൊണ്ട് ഒച്ച വെച്ച് കീറാൻ തുടങ്ങി. കൺമണി, അവൻ വിളിച്ചതും മറ്റൊന്നും ആലോചിക്കാതെ മണിക്കുട്ടി അവനെ വട്ടം ചുറ്റി പിടിച്ച് ആ നെഞ്ചിൽ മുഖം അമർത്തി ഏങ്ങിക്കരഞ്ഞു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.